മൂന്നാമത്തെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നതാണ് കേട്ടോ. വന്നുടനെ തന്നെ പോയി കുളിച്ച് വേഷമൊക്കെ മാറി വന്നതാണ്. അടുക്കളയിലോട്ടാണ് പോകുന്നത്. ആക്ച്വലി ഇന്ന് ആനയെ തിന്നാനുള്ള വിശപ്പുണ്ട്. അപ്പോൾ ഇനി എന്തുണ്ടാക്കി കഴിക്കും എന്നുള്ള ടെൻഷനിലാണ് ഞാൻ അങ്ങോട്ട് പോയത്. ആക്ച്വലി ഉണ്ടാക്കാനുള്ള ആരോഗ്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അപ്പോഴാണ് എനിക്ക് ലോട്ടറി അടിച്ച പോലെ അതും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനം ഇലയട. ഞാൻ മിനിഞ്ഞാന്ന് വിചാരിച്ചതേ ഉള്ളൂ ഇലയട കഴിക്കണമെന്ന്. കണ്ടപ്പോൾ തന്നെ മറ്റൊന്നും നോക്കിയില്ല, അറമുറം അറിഞ്ഞ് തിന്നു. അതുണ്ടാക്കി വെച്ച് കെട്ടിയവനെ ഞാൻ മനസ്സാണ് നമസ്കരിച്ചു കേട്ടോ. ചിലപ്പോൾ അതങ്ങനെയാണ് കേട്ടോ. ലവ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇങ്ങനെയും പ്രകടിപ്പിക്കാൻ പറ്റും എന്നെനിക്ക് ചിലപ്പം തോന്നാറുണ്ട്. നമുക്ക് എങ്ങുമില്ലാത്തൊരു സ്നേഹം അന്നേരം തോന്നിപ്പോകും. പ്രത്യേകിച്ച് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരുന്ന അല്ലെങ്കിൽ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം കേട്ടോ. രാവിലെ വരുമ്പോഴത്തെ ആ ക്ഷീണവും ബുദ്ധിമുട്ടും എല്ലാം അപ്പം നമുക്ക് എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ വയറ് നിറച്ച് കിട്ടുക എന്നുള്ളതിൽ പരം സന്തോഷം വേറെ ഒന്നുമില്ല. അപ്പോൾ ഇനി ഒരു ചായ വെച്ച് കുടിച്ചിട്ട് ഞാൻ ആഡംബരമായിട്ട് കിടന്ന് ഉറങ്ങാൻ പോവുകയാണ്. നൈറ്റ് ഡ്യൂട്ടിക്ക് ക്ഷീണം ഉണ്ടെന്ന് പറഞ്ഞത് ഡേ ഡ്യൂട്ടിക്ക് ക്ഷീണം ഇല്ല എന്നുള്ള അർത്ഥത്തിലല്ല കേട്ടോ. ഞാൻ ഡേ ഡ്യൂട്ടി ചെയ്യുന്ന ആളുമാണ്. എനിക്കറിയാം ഡേ ഡ്യൂട്ടി ചെയ്യുമ്പോഴും അതിൻ്റേതായ ക്ഷീണമൊക്കെ ഉണ്ട്. പക്ഷേ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ക്ഷീണവും വിശപ്പും എല്ലാം കൂടെ ഒരു കോണിക്കൂന്ന് വരും. ഈ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ടുള്ള ഉറക്കം ശരിക്കും പറഞ്ഞാൽ ചത്ത് കിടന്ന് ഉറങ്ങുമെന്ന് എനിക്ക് തോന്നാറുണ്ട്. നമ്മളൊരു മരണത്തിൻ്റെ വക്കിലോളം ചെന്ന് കിടന്ന് ഉറങ്ങുന്ന പോലെ തോന്നാറുണ്ട്. കാരണം ഒരു ബോധവും കാണത്തില്ല ആ ഉറക്കത്തിൽ. അപ്പോൾ അങ്ങനെ ഞാൻ ചായയൊക്കെ ഇട്ടു. എനിക്ക് മാത്രം ചായ ഇട്ടാൽ മതി. പിള്ളേർ രണ്ടുപേരും ചായ കുടിക്കില്ല കേട്ടോ. അപ്പോൾ അവർക്ക് ചായ വേണ്ട. അപ്പോൾ ഞാൻ എനിക്ക് മാത്രമുള്ള ചായ, ഒരു ഗ്ലാസ് ചായ വെച്ചിട്ടുള്ളൂ. ആക്ച്വലി ചായ റെഡിയാവുന്ന സമയം കൊണ്ട് തന്നെ ഞാൻ ഇലയപ്പത്തിൻ്റെ പൗതിയും തീർത്തിരുന്നു കേട്ടോ. ഞങ്ങൾ ഈ നാട്ടിൽ ഇത് ഇലയപ്പം എന്നാണ് പറയുക. നിങ്ങൾ അവിടെ ചിലയിടത്തൊക്കെ ഇലയട, ഓട്ടട എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഇത് രണ്ട് രീതിയിൽ ഉണ്ടാക്കാറുണ്ടല്ലോ. ഒന്ന് പുഴുങ്ങിയതും ഒന്നും നമ്മുടെ കല്ലിൽ വെച്ചിട്ട് പൊരിച്ച് വറുത്തെടുക്കുന്ന പോലെ. വറുത്തല്ല, മീൻസ് അപ്പുറം ഇപ്പുറം തിരിച്ചിട്ട് പൊള്ളിച്ചെടുക്കുന്ന പോലെ. എനിക്ക് ആ കല്ലിലിട്ട് പൊള്ളിച്ചെടുക്കുന്നതാണ് കേട്ടോ ഇഷ്ടം, ഈ ആവി വെച്ച് വേവിക്കുന്നതിനേക്കാളിൽ. ഇതിപ്പോൾ കല്ല് വെച്ച് പൊള്ളിച്ചെടുത്തതാണ് കേട്ടോ. എൻ്റെ പ്രിയപ്പെട്ട ഭർത്തുവിനറിയാം എനിക്കതിനോട് ഇച്ചിരി താല്പര്യം കൂടുതലുണ്ടെന്ന്. അപ്പോൾ അതാണ് കേട്ടോ അത് ഉണ്ടാക്കി വെച്ചത്. അപ്പോൾ എന്തായാലും എൻ്റെ മനസ്സും നിറഞ്ഞു, വയറും നിറഞ്ഞു. ഇനി ചായ കുടിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങണം. ഈ നൈറ്റ് ഡ്യൂട്ടി ആകുമ്പോൾ ഞാൻ ഉച്ചക്കത്തേനുള്ളതൊക്കെ തലേദിവസം ഉണ്ടാക്കി വെക്കും കേട്ടോ. കാരണം അതിനിടയ്ക്ക് വെളിവൊന്നും കിട്ടാത്തതുകൊണ്ട് നൈറ്റ് തുടങ്ങുന്നതിൻ്റെ ആ ദിവസം തന്നെ 2 ദിവസത്തിനുള്ളത് മീൻകറിയോ അങ്ങനെ മീൻ വറക്കാൻ പുരട്ടി വെച്ചതോ അങ്ങനെ എന്തെങ്കിലും പുരട്ടി ഫ്രിഡ്ജിനകത്തോ ഫ്രീസറിനകത്തോ വെച്ചിരിക്കും കേട്ടോ. അപ്പോൾ ഒരു മോരുകറിയോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ ഇവർക്ക് ആർക്കും തന്നെ നിർബന്ധങ്ങളില്ലാത്ത കൂട്ടത്തിലായതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ ബൈ. ബാക്കി വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ ഞാൻ ഉറങ്ങിപ്പോയി കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.